ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ടിക്ക മസാലയാണ് കേട്ടോ. തന്തൂരി മസാല. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇനി മസാല ഒന്നും വാങ്ങാൻ ആരും കടയിൽ പോകണ്ട. അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ എല്ലാതും അളവിടുന്നത്. 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനവും നല്ലപോലെ കഴുകി ഉണക്കി എടുത്ത സാധനങ്ങളാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്. പിന്നെ കുറച്ചൊരു വലിയ തുണ്ട് പട്ട എടുത്തിട്ടുണ്ട്. ഒരു 3-4 സ്റ്റിക്ക് അതിനൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഒരുപാടായ ഒരു കുത്തൽ വരുള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്ന ഒരു ജാതി പത്രിയാണ്. അത് ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഏലക്കായ്, പച്ച ഏലക്കായ്, കാഡ്മൻ. പിന്നെ എടുക്കുന്നത് ഗ്രാമ്പുമാണ്. ഒരു 5-8 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ മേലെ പൂവുള്ള ഭാഗം നോക്കി എടുക്കുക. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റാർ അനീസാണ്, തക്കോലം. ഇനി വേണ്ടത് ഇതിലേക്ക് ജാതിക്കയാണ്. അപ്പം ഞാനിതാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. അതിൻ്റെ ഒരു തുണ്ട എടുക്കണുള്ളൂ. ജാതിക്ക കൂടിപ്പോയാൽ ഒരു കുത്തണ ഒരു ഇത് വരും, ചുവ വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേണ്ട. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് 2 കറുത്ത ഏലക്കായാണ്. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ അവൻ ചെറിയ ജീരകവും വലിയ ജീരകവും ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പാടെ ഇട്ട് വറുക്കുമ്പോൾ ചെറിയ ജീരകങ്ങൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാലയുടെ ഫ്ലേവറേ മാറിപ്പോകും. നമ്മളുണ്ടാക്കുന്ന ഡിഷിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ ഞാനതുകൊണ്ട് ജീരകങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ വറുക്കാം. ഇത് മാത്രം പോരാ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർത്താണ്ട് വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴാണ് ഞാനിതിലേക്ക് എന്തൊക്കെ എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഞാൻ മൺചട്ടിയിലാണ് വറുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും വറുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് വറുക്കുമ്പോഴേക്കും ഇതിൻ്റെ നല്ലൊരു മണം വരും, ഫ്ലേവർ വരും. പിന്നെ അതൊന്ന് പൊട്ടാൻ തുടങ്ങും മല്ലിയൊക്കെ ഒന്ന് ചൂടായാൽ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് പാത്രത്തിൽ മാറ്റാം. അപ്പോൾ നല്ലപോലെ വറവായിട്ടുണ്ട്. ഇനി ഇത് മാറ്റണം ഞാൻ. കാരണം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ചട്ടി വെച്ചിരിക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ടാവും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 9 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് എടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 6 വറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട്, ചുവപ്പ് മുളക്. ഇത് രണ്ടും പാടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. മുളക് ഒന്ന് പൊന്തി വരും ഇങ്ങനെ. അപ്പോൾ അതാണ് മുളക് വറുന്നതെന്നുള്ളതിൻ്റെ പരുവം. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. നിങ്ങളുടേത് കാശ്മീരി മുളകും സാധാ മുളകും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുളകും വറന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ മുളകും പാത്രത്തിൽ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ച ചെറിയ ജീരകം വലിയ ജീരകം അതും നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കൂടെ ഞാനൊരു ബേ ലീഫ് ഇടുന്നുണ്ട്. ഇത് വലിയൊരു ബേ ലീഫാണ്, അതുകൊണ്ട് ഞാൻ 1 എടുക്കുന്നത്. നിങ്ങളുടെ അത് ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. അതും നല്ലപോലെ ഒന്ന് നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഞാനതും മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ചുക്കുണ്ടെങ്കിൽ ഒരു തുണ്ട് ചുക്ക് ഇട്ടാൽ മതി. ഇതിൻ്റെ അത് ചുക്കില്ല. അപ്പോൾ ഞാൻ ഒരു വലിയൊരു തുണ്ട് ഇഞ്ചി നല്ലപോലെ കഴുകി തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി മുറിച്ചതാണ്. കനല്ലാതെ മുറിച്ചെടുത്ത് അത് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ഒന്ന് വറുക്കുമ്പോഴേക്കും നല്ലപോലെ വറന്ന് വരും, പൊടിഞ്ഞ് വരും. അപ്പോൾ നല്ലപോലെ വറക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുത്. അപ്പോൾ അത് ഇഞ്ചി നല്ലപോലെ വറന്നതിന് ശേഷം ഞാനിത് അതിലിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചുക്കുണ്ടെങ്കിൽ ഒരു വലിയൊരു പീസ് ചുക്ക് ഇട്ടാൽ മതി. ഇതിൻ്റെ അടുത്ത് ചുക്കില്ല. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇടുമ്പോൾ നമ്മുടെ മസാല ഒരിക്കലും കേട് വരില്ല. പൂപ്പൽ വരെ ഒന്നും ചെയ്യില്ല. എത്ര വേണമെങ്കിലും എടുത്ത് വയ്ക്കാം, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത്.
പിന്നെ ഇതെല്ലാം പാടെ നല്ലപോലെ ഇനി ചൂടാറിയിട്ട് വേണം നമുക്ക് പൊടിക്കാൻ. പൊടിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്താനുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ടാണ്. നമുക്കിത് ഈ ഒരു സാധനം കൂടി അതിലേക്ക് ഇടണം. ഇത് കസൂരി മേത്തിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൽ ചട്ടിൻ്റെ ചൂടും ഈ നമ്മൾ വറുത്തെടുത്ത മസാലൻ്റെ ചൂടിലും പാടെ കസൂരി മേത്തി ഒന്ന് വറന്നോളും. ഒരുപാട് ചട്ടി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടാറി വരട്ടെ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുതിട്ടോ. അപ്പോൾ അത് നല്ലപോലെ ചൂടാറിയിട്ട് അതിന് ശേഷം ഞാനിതാ മുളകാണ് ആദ്യം പൊടിച്ചെടുക്കുന്നത്. നമ്മൾ മുളക് ആദ്യം പൊടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇടുമ്പോൾ മുളക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ മുളക് പൊടിഞ്ഞ് കിട്ടില്ല. മുളകൊന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല മുഴുവനായിട്ട് ഞാൻ ഇടുന്നുണ്ട്. സ്പൈസസ് മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഒന്നും കൂടി പൊടിച്ചെടുക്കും. ഇനി നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളകും സാധാ മുളകൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ പൊടിക്കുമ്പോൾ നല്ലപോലെ പൾസ് ചെയ്തിട്ട് വേണം പൊടിക്കാൻ. ഇത് പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൾസ് ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇത് പൊടിച്ചിട്ട് വല്ല തരി ഉണ്ടോയെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ, ഒരു വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നല്ലപോലെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ പോകാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതായിട്ട് നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തന്തൂരി മസാല ഉണ്ടാക്കാനോ ചിക്കൻ തന്തൂരിയൊക്കെ ഉണ്ടാക്കില്ല, അതിനൊക്കെ പറ്റിയിട്ട് അടിപൊളി മസാല തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. പെരുന്നാളായിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് കേട്ടോ. പല വിധത്തിലുള്ള ബിരിയാണികളൊക്കെ ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബായ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.